ഇന്ന് 2 പേർക്കും ഓഫായതുകൊണ്ട് ഒരു മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ സൂഫിയിലേക്കാണ് വിട്ടത്. കല്യാണത്തിന് മുന്നേ വരെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമായിരുന്നേ. കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണെന്ന്. അവൻ പറയുന്നു മുന്നേ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവിടെ വണ്ടികളൊന്നും കാണാത്തതിനോണ്ട് ഓപ്പൺ അല്ലേന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഓപ്പൺ ആയിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ളിലേക്ക് കയറി. സാധാരണ സീറ്റൊന്നും കിട്ടാത്ത സ്ഥലമാണ്. ഇത്തവണ ഒരുപാട് സീറ്റ് കാലിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ കയറിയിരുന്നു. മെനു കാർഡൊക്കെ നോക്കി. പക്ഷെ അതൊന്നും നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അൽഫാം മന്തിയാണ് വാങ്ങാൻ പ്ലാൻ ചെയ്ത് വന്നത്. അങ്ങനെ ദാ പ്ലേറ്റും മയണൈസൊക്കെ വന്നു. ഇവിടുത്തെ പ്ലേറ്റൊക്കെ മാറിപ്പോയി. പണ്ട് വേറൊരു പ്ലേറ്റായിരുന്നു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം വരുന്നതിനോടായിരിക്കും. അങ്ങനെ ദാ മന്തി എത്തി. ഇവിടെ ഞങ്ങൾക്ക് തല്ലൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ലെഗ് പീസാണ് ഇഷ്ടം. ലെഗ് പീസ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവുമല്ലോ അല്ലേ? എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ചെസ്റ്റ് പീസ് അത്ര താല്പര്യമില്ല. അങ്ങനെ ദാ ചിക്കനും മന്തി റൈസും മയണൈസും ടൊമാറ്റോ ചട്നിയൊക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിച്ചേ. ഞാനാണേ കൂടുതൽ കഴിക്കുക. അവൻ കുറച്ചേ കഴിക്കൂ. അങ്ങനെ നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. എന്നാലും എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇവിടെ കണ്ടിട്ട്. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്ര തിരക്കില്ലാതെ ഞങ്ങൾ കാണുന്നത്. വർക്കിംഗ് ഡേയിൽ വരുമ്പോൾ പോലും ഭയങ്കര തിരക്കാണ് ഉണ്ടാവാറ്. എന്ത് പറ്റിയെന്തോ. മന്തി പക്ഷേ എനിക്ക് സാധാരണ കഴിക്കുന്ന അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ വണ്ടി റിലയൻസിലേക്ക് വിട്ടു. ഇപ്പം സ്കൂൾ തുറപ്പൊക്കെ ആവാനായതുകൊണ്ട് ഒരുപാട് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ കുറച്ച് ടർക്കിയൊക്കെ നോക്കിയേ. നല്ല സോഫ്റ്റ് ടർക്കിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എടുത്തില്ല കേട്ടോ. അത്യാവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ദാ പെന്നും പെൻസിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചെണ്ണം എടുത്തു കേട്ടോ, മോന് വേണ്ടിയിട്ട്, ചേച്ചിയുടെ മോന് വേണ്ടിയിട്ട്. അങ്ങനെ ദാ ഫുള്ള് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്തു കേട്ടോ. നല്ല ഡിസ്കൗണ്ടിൽ കിടക്കുന്നത് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. വീട്ടിൽ പോയിട്ട് വിരിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾക്കൊരു ഷീറ്റ് മാസ്ക് വാങ്ങണമായിരുന്നു. അത് പിന്നെ എവിടെയാന്ന് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, എനിക്കിവിടെ ഷോപ്പിങ്ങിന് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വിലയൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ എനിക്ക് നല്ല താല്പര്യമാണ് കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നോക്കി കേട്ടോ. പിന്നെ വാൾനട്ട് കണ്ടേ, ഭയങ്കര വലുത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. പൊട്ടിക്കുന്നതിന് മുന്നേ ഉള്ള സാധനം. അങ്ങനെ അതൊക്കെ അവിടുന്ന് ഗഹനമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്താണെന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാൾനട്ടാണ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ ദാ ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചേ. നല്ല ഷീറ്റായിരുന്നു. നല്ല ലെങ്ത്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിയതാണേ. കോട്ടൻ്റെ ആയിരുന്നു. നല്ല കളറും ഒക്കെ ആയിരുന്നു. പില്ലോ കേസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അടിപൊളിയാണ്. നിങ്ങൾ പറ കേട്ടോ.